ഇന്നത്തെ കാലഘട്ടത്തിൽ സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാര്യം ക്ലാസ് റൂമിലെ അവരുടെ ഫോക്കസും പ്രൊഡക്ടിവിറ്റിയും ഒക്കെ കുറയുന്നത് തന്നെയാണ്. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സ്റ്റുഡൻസിന് കുറച്ച് അവരുടെ ഫോക്കസും പ്രൊഡക്ടിവിറ്റിയും കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ടിപ്സുമായിട്ടാണ്. ഒരു 10 ടിപ്സാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ, ക്രിയേറ്റ് എ സ്റ്റഡി സ്കെഡ്യൂൾ എന്നുള്ളതാണ്. ക്രിയേറ്റ് എ സ്റ്റഡി സ്കെഡ്യൂൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ സബ്ജക്റ്റിനും കൃത്യമായിട്ട് പഠിക്കാനുള്ളൊരു സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. അതിനോട് കൂടെ തന്നെ നമ്മൾ ഓർഗനൈസ്ഡ് ആയിരിക്കാൻ വേണ്ടി ഒരു പ്ലാനറോ ഒരു ആപ്ലിക്കേഷനോ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഇന്ന് ഒരുപാട് തരത്തിലുള്ള ആപ്ലിക്കേഷനുകൾ അവൈലബിൾ ആണ്. രണ്ടാമത്തെ ടിപ്സായിട്ട് പറയുന്നത് സ്റ്റഡി ഇൻ ഷോർട്സ് എന്നാണ്. യൂസ് പൊമോഡോറോ ടെക്നിക്സ്. അതായത് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ഒരു 25 മിനിറ്റ് സമയം അതിൽ ഫോക്കസ് ചെയ്ത് പഠിക്കുകയും പിന്നെ ഒരു 5 മിനിറ്റ് നമ്മൾ ബ്രേക്ക് എടുക്കുകയും ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പഠനത്തോടുള്ള മടുപ്പും പഠിക്കുന്നതിൻ്റെ ഒരു അലസതയും ഒക്കെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റും. മൂന്നാമത്തെ ഒരു ടിപ്പായിട്ട് പറയുന്നത് ഓർഗനൈസ് യുവർ സ്റ്റഡി സ്പേസ് എന്നുള്ളതാണ്. അതായത് നമ്മൾ പഠിക്കുന്ന സ്ഥലം നീറ്റായിട്ടും ടൈഡി ആയിട്ടും ഓർഗനൈസ് ചെയ്തിട്ടും നമ്മൾ കൊണ്ട് നടക്കുക എന്നുള്ളതാണ്. പഠിക്കുന്ന സ്ഥലം വൃത്തിയും വെടുപ്പുള്ളതാണെങ്കിൽ പഠിക്കാൻ നമുക്ക് തന്നെ ഒരു ആഗ്രഹം തോന്നും. അതുപോലെ തന്നെ പഠനത്തിൻ്റെ കൂടെ നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ പോയിരുന്ന് നമുക്ക് പഠിക്കാവുന്നതാണ്. പുറത്തിരുന്ന് പഠിക്കുന്നത് നമുക്ക് എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അടുത്തൊരു ടിപ്പായിട്ട് പറയുന്നത് സെറ്റ് ക്ലിയർ ഗോൾസ് എന്നുള്ളതാണ്. സെറ്റ് ക്ലിയർ ഗോൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ളത് ഒരു പ്ലാൻ ചെയ്ത് ഒരു ഗോൾ ഉണ്ടായിരിക്കണം. പഠിക്കാനിരിക്കുമ്പോൾ ഇന്ന ടോപ്പിക്ക് ഇന്ന് കവർ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം. ഓരോ ദിവസങ്ങളും പഠിക്കുമ്പോൾ ഏതൊക്കെ സബ്ജക്റ്റിൽ എവിടേക്ക് എങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ള കൃത്യമായ പ്ലാനിങ് ഉണ്ടായിരിക്കണം. അതിൽ നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുക എന്ന് പറയും. ഗോൾ സെറ്റ് ചെയ്യുന്നത് ഒരു ദിവസം ഇപ്പം രാവിലെ ഒരു പാഠം പഠിക്കാൻ നമ്മൾ കൃത്യമായിട്ട് ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ ആ പാഠം പഠിച്ചു തീർക്കുക എന്നുള്ളതാണ്. ഇതിനോട് കൂടി തന്നെ പറയാനുള്ളത് നമ്മൾ കൃത്യമായിട്ട് വലിയ ടാസ്കുകളൊക്കെ നമ്മൾ കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന സ്മോളർ സ്റ്റെപ്പുകളായിട്ട് കൺക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. ഇത് കാരണം നമുക്ക് ഒരുപാട് പഠിക്കാനെന്നുള്ള തോന്നൽ പോലും മാറ്റി നിർത്താൻ പറ്റും. അടുത്തൊരു ടിപ്പായിട്ട് പറയുന്നത് മിനിമൈസ് ഡിസ്ട്രാക്ഷൻ എന്നുള്ളതാണ്. മിനിമൈസ് ഡിസ്ട്രാക്ഷൻ എന്ന് പറയുമ്പം നമ്മൾ പഠിക്കുമ്പോൾ ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവാം. ഇപ്പം നമ്മൾ മൊബൈൽ ഫോൺ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മളത് നോക്കുകയും അതുവഴി നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവുകയും ചെയ്യാം. അത് നമ്മളെ പഠനത്തെ ബാധിക്കുകയും ചെയ്യാം. അപ്പം ആ സമയത്ത് നമ്മൾ നോട്ടിഫിക്കേഷനുകൾ ഓഫാക്കി വെക്കുക, DND മോഡിലോട്ട് ഫോണൊക്കെ മാറ്റുക. ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പം കുറച്ചും കൂടി ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റും. നെക്സ്റ്റ് ഒരു ടിപ്പായിട്ട് പറയുന്നത് ആക്റ്റീവ് ലിസണിങ് ആണ്. ആക്റ്റീവ് ലിസണിങ് എന്ന് പറയുമ്പം പഠനം കുറച്ചും കൂടി നമ്മൾ ആസ്വാദകരമാക്കുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്ന സാധനങ്ങൾ ഹൈലൈറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്യുകയും നോട്ട് എഴുതുകയും അതുപോലെ തന്നെ നമ്മൾ തന്നെ നമ്മളോട് കിസ്സായിട്ട് ചോദിക്കുകയും ക്വസ്റ്റ്യനുകൾ ഉണ്ടാക്കി നമ്മൾ എസ്സേക്ക് എഴുതി അത് പഠിച്ചെടുക്കുന്ന ഒരു മെത്തേഡാണ് ഈ ആക്റ്റീവ് ലിസണിങ്ങിൽ പറയുന്നത്. നെക്സ്റ്റ് ഒരു ടിപ്പായിട്ട് പറയുന്നത് ടേക്ക് കെയർ ഓഫ് യുവർ ബോഡി. അതായത് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡി ഏറ്റവും കൂടുതൽ ഹൈഡ്രേറ്റഡ് ആയിരിക്കണം. അപ്പം കൃത്യമായിട്ട് വെള്ളം കുടിക്കുന്നുണ്ടെന്നുള്ള ഉറപ്പ് വരുത്തുക. നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക. അതിനോട് കൂടെ കൃത്യമായിട്ട് റെഗുലറായിട്ട് എക്സസൈസുകൾ ചെയ്യുക. ഈ എക്സസൈസ് ചെയ്യുമ്പം നമ്മുടെ ബോഡി കൃത്യമായിട്ട് അതിൻ്റെ ഒരു ഇമ്മ്യൂൺ സിസ്റ്റം വർക്കൗട്ട് ആവുകയും നമ്മൾ ഒരു മടി എന്നുള്ള കാര്യങ്ങളൊക്കെ മാറി നമുക്ക് ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കുകയും ചെയ്യും. നമ്മൾ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിരിക്കും. അതിനോട് കൂടെ തന്നെ ആ സമയത്തുള്ള കഫീൻ, അതായത് ചായ കുടിക്കുന്നതും കോഫി കുടിക്കുന്നതൊക്കെ ഒഴിവാക്കുക. നമ്മൾ വലിച്ച് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കാനിരിക്കുമ്പം നമുക്കത് അലസത കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മിതമായ ആഹാരം കഴിച്ചതിന് ശേഷം മാത്രം പഠിക്കാനിരിക്കുക. അപ്പം അത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അടുത്തൊരു ടിപ്പായിട്ട് പറയുന്നത് ഗെറ്റ് അഡിക്വേറ്റ് സ്ലീപ്പ് എന്നുള്ളതാണ്. ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കും ഒരു 7-8 മണിക്കൂർ കൃത്യമായി ഉറങ്ങിയാൽ മാത്രമാണ് അത് നമ്മുടെ ഫോക്കസും അറ്റൻഷനും പ്രൊഡക്ടിവിറ്റിയും ഒക്കെ കൂട്ടുകയുള്ളൂ. അപ്പം 7 മണിക്കൂറോ അല്ലെങ്കിൽ 8 മണിക്കൂറോ ഉറങ്ങുന്നുണ്ടെന്നുള്ള ഉറപ്പ് വരുത്തുക. അതിനോട് കൂടെ തന്നെ നിങ്ങളുടെ ലേറ്റ് നൈറ്റിലുള്ള സ്റ്റഡീസുകൾ ഒഴിവാക്കുക. ലേറ്റ് നൈറ്റ് സ്റ്റഡീസുകൾ നമ്മൾ ടയേർഡൊക്കെയും നമ്മളെ മെമ്മറീനെ ബാധിക്കുകയും ചെയ്യും. പക്ഷേ ഒരു 7 മണിക്കൂറും 8 മണിക്കൂറും ഉറങ്ങുന്ന ഒരു സ്റ്റുഡൻറ്റിൻ്റെ മെമ്മറി നല്ല ഇമ്പ്രൂവ്ഡ് ആയിരിക്കും. നെക്സ്റ്റ് ഒരു ടിപ്പായിട്ട് പറയുന്നത് റിവാർഡ് യുവർ സെൽഫ് എന്നുള്ളതാണ്. ഇപ്പം എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ പഠിച്ചാൽ അല്ലെങ്കിൽ നമ്മളൊരു ഗോള് സെറ്റ് ചെയ്തത് നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു റിവാർഡ് കൊടുക്കുക. എന്തെങ്കിലും കുറച്ച് നേരം ബ്രേക്ക് എടുക്കാം, അതല്ലെങ്കിൽ കുറച്ച് നേരം പാട്ട് കേൾക്കാം, അങ്ങനെയുള്ള എന്തെങ്കിലും അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമുക്ക് തന്നെ ഗിഫ്റ്റായിട്ട് കൊടുക്കാം. ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഒരു ടിപ്പായിട്ട് പറയുന്നത് സ്റ്റേ പോസിറ്റീവ് ആൻഡ് പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ് എന്നുള്ളതാണ്.
ഇങ്ങനെ പറയുമ്പം നമ്മൾ നന്നായിട്ട് ഡീപ്പ് ബ്രീത്ത് എടുത്ത് നമ്മൾ സ്ട്രെസ് ഫ്രീ ആക്കുക, അതേപോലെ നമ്മൾ മൈൻഡ്ഫുള്ളായിട്ടിരിക്കുക. ഇതൊക്കെ നമ്മളെ ഫോക്കസ് കൂട്ടും, അറ്റൻഷനും പ്രൊഡക്ടിവിറ്റിയും കൂട്ടാൻ സഹായിക്കും. പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസുകൾ നിങ്ങൾ യൂസ് ചെയ്യുന്നതിലൂടെ നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ 10 ടിപ്സുകളാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ 10 ടിപ്സുകൾ നിങ്ങളുടെ നിത്യജീവിതത്തിൽ നിങ്ങൾ പകർത്തുകയാണെങ്കിൽ ആസ് എ സ്റ്റുഡൻ്റ് എന്നുള്ള രൂപത്തിൽ നിങ്ങളുടെ ഫോക്കസും നിങ്ങളുടെ അറ്റൻഷനും നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിയും കൂട്ടാൻ സഹായിക്കും. താങ്ക് യു.